നമസ്കാരം. ഗീതാസ് ഫുഡ് കോർട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ ചൗ കറി വയ്ക്കുകയാണ്. ചൗ കൂട്ടുകറി എന്ന് പറയുകയാണെങ്കിൽ വറുത്തരച്ച് വയ്ക്കുക കേട്ടോ. അപ്പോൾ സത്യം പറഞ്ഞാൽ ചൗ എന്ന് പറഞ്ഞാൽ അറിയില്ലേ, നമ്മൾ പച്ചക്കറിയൊക്കെ വാങ്ങിക്കുമ്പോൾ കടയിൽ കിട്ടാറുണ്ടല്ലോ, ഏകദേശം ഒരു ചിരക്കയൊക്കെ പോലെ ഇരിക്കും, കുമ്പളങ്ങയുടെ ഒക്കെ ചെറിയ ഒരു സൈസ് പോലെ. അപ്പോൾ ഇത് വയനാടൊക്കെ ഉണ്ടല്ലോ, ഞങ്ങളുടെ സ്വന്തക്കാരുടെ വീട്ടിൽ പോയപ്പോൾ അവിടെയൊക്കെ വെറുതെ ഇങ്ങനെ തൂങ്ങി കിടക്കുകയാണ് ഇഷ്ടംപോലെ. കൊതിയാവും കണ്ടു കഴിഞ്ഞാൽ. നമ്മുടെ നാട്ടിലൊന്നും പക്ഷേ അതങ്ങനെ വളരില്ല കേട്ടോ, എനിക്കറിയില്ല, ഞാൻ കണ്ടിട്ടില്ല നമ്മുടെ നാട്ടിലൊന്നും. അപ്പോൾ ഇന്ന് അത് വെച്ചൊരു വറുത്തരച്ച ഒരു കൂട്ടുകറിയായിട്ട് വെക്കുകയാണ്. അപ്പോൾ ഒന്ന് കണ്ടു നോക്കിയാലോ. അപ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കൂ കേട്ടോ. അപ്പോൾ ഏകദേശം ഒരു 3/4 കിലോ ചൗ ഉണ്ടാവും കേട്ടോ. ഇത് ഞാൻ ഒന്ന് കഴുകിയിട്ട് തൊണ്ടൊക്കെ കളഞ്ഞിട്ട് നമുക്ക് ചെറുതായിട്ട് കട്ട് ചെയ്യാം. അപ്പോൾ കട്ട് ചെയ്തിട്ട് പിന്നെ ഒരു കപ്പോളം വെള്ളം ഒഴിച്ചു, പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും പിന്നെ ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് വേവിക്കാം. അപ്പോൾ ഞാൻ കുറച്ച് തുമരപ്പരിപ്പ് ഇവിടെ വേവിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ കഷ്ണം പകുതി വെന്ത് കഴിഞ്ഞിട്ട് ഈ പരിപ്പും കൂടി ചേർത്തിട്ട് വീണ്ടും മിക്സ് ചെയ്യാം. അപ്പോൾ ഇനി അത് പരിപ്പൊക്കെ ചേർത്ത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് വീണ്ടും ഒന്നുകൂടി തിളപ്പിക്കണം കേട്ടോ. അപ്പോൾ കഷ്ണം ഞാൻ കുറച്ച് വലുതായിട്ട് കട്ട് ചെയ്തതാണ്. അത് വേണമെങ്കിൽ നമുക്ക് വെന്ത് കഴിഞ്ഞിട്ടൊന്ന് തവി കൊണ്ട് ഉടച്ചു കൊടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. പിന്നെ വറുത്തരയ്ക്കാമെന്ന് ഞാൻ പറഞ്ഞില്ലേ. അപ്പോൾ വറുക്കാൻ വേണ്ടി ഒരു കഷ്ണം കായം, പിന്നെ ഒരു ടേബിൾ സ്പൂൺ ഉഴുന്ന് പരിപ്പും, ഒരു 3-4 വറ്റൽമുളക്, പിന്നെ ഒരു 1/2 സ്പൂൺ കുരുമുളക്, ഇത് എത്രയും ചേർത്തിട്ട് നമുക്ക് ആ ഉഴുന്നിൻ്റെ കളറൊക്കെ ഒന്ന് മാറുന്നത് വരെ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് ഒന്ന് വറുത്ത് കഴിഞ്ഞിട്ട് 1/2 സ്പൂൺ ജീരകവും പിന്നെ ഒരു 2-3 ടേബിൾ സ്പൂൺ നാളികേരവും കൂടി ചേർത്തിട്ട് വീണ്ടും എല്ലാം കൂടി ഒന്ന് ഇളക്കി കൊടുക്കണം. അത് കഴിഞ്ഞിട്ട് ഗ്യാസ് ഓഫ് ചെയ്യാം. പിന്നെ ചീനച്ചട്ടി തന്നെ ഇരിക്കുമ്പോൾ അത് ചൂടുണ്ടാവുമല്ലോ, അപ്പോൾ അതൊന്ന് ചൂടായിക്കോളും. പിന്നെ ചൂടായിട്ട് അരയ്ക്കാം നമുക്ക്. അപ്പോൾ കഷ്ണം അപ്പോഴത്തേക്കും വെന്ത് കഴിഞ്ഞു. ഇനി അരച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ആ അരപ്പും കൂടി ചേർത്തിട്ട് എല്ലാം കൂടി മിക്സ് ചെയ്യാം. അപ്പോൾ അരപ്പ് ചേർത്തിട്ട് കുറച്ചും കൂടി വെള്ളം ഒഴിക്കുക കേട്ടോ. കാരണം ഉഴുന്നൊക്കെ ചേർക്കുമ്പോൾ കറിക്ക് കുറച്ച് കൊഴുപ്പുണ്ടാവും. അപ്പോൾ ആവശ്യത്തിന് എത്രയാണോ ഗ്രേവി വേണ്ടത് അതനുസരിച്ച് വെള്ളമൊക്കെ ചേർത്തിട്ട് വീണ്ടും 1-2 മിനിറ്റ് കഴിഞ്ഞ് തിളപ്പിക്കാം. അങ്ങനെ ആ കുരുമുളകിൻ്റെയും മുളകിൻ്റെയും ഉഴുന്നിൻ്റെയൊക്കെ ടേസ്റ്റ് ആ ചൗയിലേക്ക് പിടിച്ച് വരണേലോ. അപ്പോൾ അതിന് 2-3 മിനിറ്റ് തിളപ്പിച്ചാലാണ് ശരിയാവുള്ളൂ. പിന്നെ കടുകും ഉഴുന്നുവയ്പ്പും കൂടി വറുത്തിട്ട് പിന്നെ കുറച്ച് കറിവേപ്പില ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ ചൗ കൊണ്ടുള്ള കറി റെഡി ആയി കഴിഞ്ഞു. അപ്പോൾ കൂട്ടുകറി എന്ന് പറയാം, ഇല്ലെങ്കിൽ മുളക് കൂട്ടൽ എന്നൊക്കെ പറയാം കേട്ടോ. അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കൂ കേട്ടോ.